ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലത്തെ വീഡിയോസൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ പലമാതിരി പ്രശ്നങ്ങളിലൊക്കെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് രാവിലത്തെ ഒന്നും വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അപ്പം ഇന്നിപ്പം ഞാൻ ഇട്ടേക്കുന്നത് ഉച്ചക്കലത്തെ ഒരു ബിരിയാണി വെക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം വലിയ ഒത്തിരി സാധനങ്ങളെല്ലാം അതിൻ്റെ മല്ലിയില പുതിനയില അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊന്നും എല്ലാം കൂടെ ഒന്നും വെച്ചിട്ടുള്ള ബിരിയാണി ഒന്നും അല്ല. ചിക്കൻ പോലും വളരെ കുറവാണ് കേട്ടോ. ഞാനങ്ങനെ ഇന്നിപ്പോൾ ചിക്കൻ ബിരിയാണി വെക്കണമെന്ന് മനസ്സിൽ പോലും കരുതാത്തൊരു ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് പിള്ളേരൊക്കെ ഉള്ളിടത്ത് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ചിക്കനൊന്നും എടുക്കുന്നില്ല, 2-3 ദിവസം കൊണ്ട് എടുക്കുന്നില്ല. അപ്പം എല്ലാവർക്കും അതിൻ്റേതായ ഒരു ഇതുണ്ട്. ഇപ്പോൾ ചിക്കൻ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലൊക്കെ എല്ലാവരും ഇരിക്കും. അപ്പം എൻ്റെ ഒരു ഇച്ചിരി ഒരു 4-5 പീസ് ഉണ്ടായിരുന്നു. അപ്പം മോൻ ഇന്ന് ചെറിയൊരു ഫങ്ഷൻ ഉള്ളതുകൊണ്ട് മോൻ പുറത്തോട്ട് പോയി. പിന്നെ ബാക്കി ഇവിടെ പിള്ളേർ മോളും പിന്നെ മോളുടെ കസിനും ഉണ്ട്, കൊച്ചു മോളാണ് അതും. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം എന്നെനിക്ക് മനസ്സിൽ തോന്നിയിട്ടാണ് ഞാനിപ്പം ഒരു 3-4 ചിക്കൻ ഉണ്ടായിരുന്നു, അതെടുത്തിട്ടൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആക്കിയത്. പക്ഷേ വലിയ ടേസ്റ്റ് നെയ്യുടെയൊക്കെ ആ ഒരു ഫ്ലേവറും അങ്ങനെ മല്ലിയിലയുടെയൊക്കെ മണവും ഫ്ലേവറും ഒന്നും ഇല്ല എന്നുള്ളത് ഒഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൂട്ടുകളൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു സാധാ ഒരു ബിരിയാണി പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട്. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ആക്കി കൊടുത്തതുകൊണ്ട് അവർ വലിയ ഹാപ്പിയായി. അപ്പം അതിന് ഞാൻ കുക്കർ ബിരിയാണി ആയിരുന്നു ഞാൻ ആദ്യം ഉണ്ടാക്കാമെന്ന് കരുതി. പെട്ടെന്ന് കുക്കറിലിട്ടൊന്ന് വിസിലടിച്ചെടുക്കാം എന്ന് കരുതിയതാണ്. പക്ഷേ എനിക്ക് പിന്നെ കുക്കറിൽ ബിരിയാണി വെക്കാൻ പറ്റിയില്ല. അപ്പം ഇപ്പം ആദ്യം ഞാൻ കുക്കറിലോട്ടാണ് വെച്ചേട്ടാ. സവാള നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് അത് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഏലക്ക, കുരുമുളക്, തക്കോലം, കറുവ, ഗ്രാമ്പു ഇങ്ങനെയുള്ള ഇത്യാദി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് മൂപ്പിച്ചതിന് ശേഷം സവാള ഇട്ട് കൊടുത്ത് വഴറ്റുക, പച്ചമുളകും വഴറ്റുക. നന്നായിട്ടൊന്ന് വഴറ്റതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് വഴറ്റുക. പിന്നെ പൊടിത്തരങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക, പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞത് കുക്കറിൽ ബിരിയാണി വെക്കാൻ കരുതിയിട്ട് അവസാനം അത് ദമ്മടിച്ച് വേറെ ചരുവത്തിലോട്ടാക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ദാണ്ടെ കുക്കറിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. അപ്പോൾ ഇത്രയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്ത് ഗരം മസാല പൊടിയും കൂടെ ഒക്കെ ചേർത്ത് ഇച്ചിരിയും കൂടെ ഒക്കെ ഓയിലൊഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് ഉപ്പും പാകത്തിനിട്ട് ഒരിച്ചിരി നാരങ്ങ നീരും പിഴിഞ്ഞ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചൊക്കെ എടുക്കത്തില്ലേ, നമ്മൾ വെള്ളം ഒഴിക്കത്തില്ല, ആ രീതിയിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കും. അപ്പം അതിന് പിന്നെ ഞാൻ കുക്കറിൻ്റെ മൂടിയൊന്നും അടിച്ച് വെച്ചൊന്നുമില്ല, വിസിൽ വരണ്ടാന്ന് കരുതി. സാധാ ഒരു മൂടി വെച്ചൊന്നും ജസ്റ്റ് ഒന്ന് മൂടി വെച്ചതേ ഉള്ളൂ. കാരണം ഇതിനകത്തോട്ട് നമുക്ക് ചോറ് വെക്കാൻ ഒക്കത്തില്ല. കാരണം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ അരി ഒത്തിരി എടുത്തുപോയി. ഈ കുക്കറിൽ നമുക്ക് പറ്റത്തില്ല. നമ്മൾ എടുത്ത അളവിനുള്ള അരി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചത് ഇച്ചിരി കൂടുതൽ അരിയായിപ്പോയി. ഞാൻ ജസ്റ്റ് നമ്മൾ ഗ്ലാസ്സിൽ അളവുണ്ടല്ലോ, ഒരു കുപ്പി ഗ്ലാസ്സിലാണ് ഞാനിപ്പോൾ അളന്നെടുത്തത്. അതിന് ഞാൻ ഏകദേശം ഒരു 4 ഗ്ലാസ്സോളം അരി എടുത്ത് കേട്ടോ. അരി എടുത്ത് വെള്ളം ഒഴിച്ച് കഴുകി എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ കുക്കർ എടുത്ത് സവാള വഴറ്റാൻ വേണ്ടി വെച്ചെല്ലാം വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴും ആലോചിച്ചേട്ടാ, കുക്കർ ബിരിയാണി വെക്കാനാണെങ്കിലും ഇത്രയും ചോറും ഇത്രയും അരിയും കൂടെ പറ്റത്തില്ലല്ലോ, ഇതിനകത്തിന് എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളം തിളപ്പിക്കാനൊന്നും പോയില്ല. അരി കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് ഞാൻ അടുത്ത സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഒരു നാരങ്ങ പകുതി മുറിച്ചിട്ട് പകുതി ഞാൻ ചോറിലോട്ടും ഒഴിച്ചു കൊടുത്ത് പകുതി ഞാൻ ഈ കുക്കറിലോട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി എൻ്റെ ഇല്ലായിരുന്നു കേട്ടോ, ഒരു തക്കാളിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ എടുത്തില്ല. കാരണം ഇനി അഥവാ മീൻ കറിക്കോ ഒഴിച്ച് കറിക്കോ വല്ലതും വേണമെങ്കിൽ തക്കാളി അത് ഒരു ചെറുതൊരെണ്ണമല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഞാൻ തക്കാളി ചേർത്തിട്ടില്ല. അതിന് പകരമാണ് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തത്. ഒരു ചെറിയ ഒരു പുളി ടേസ്റ്റ് ഉണ്ടാകട്ടെന്ന് കരുതി.
പിന്നെ അപ്പം അങ്ങനെ പല ഐറ്റംസ് ഇതിനകത്തില്ല. പക്ഷെ അന്നേരം നമ്മൾ തട്ടിക്കൂട്ടി ബിരിയാണി റെഡിയാക്കി ഓക്കെ ആക്കി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ചീത്ത എന്നുവെച്ചാൽ വെള്ളം കെട്ടുകയോ വളിക്കുകയോ ചീത്തയാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അടിപൊളിയായിട്ട് മാഷാ അല്ലാ. അതെനിക്ക് അത്ഭുതം തോന്നി. എനിക്ക് ഇത്രയും നല്ല പിന്നെ എന്താണ് ഒരിച്ചിരി നമ്മുടെ കടച്ചക്കായൊക്കെ ഇട്ടിരുന്നെങ്കിൽ അതിൻ്റെ ഫ്ലേവർ കിട്ടിയേനെ. അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. അടിപൊളി ബിരിയാണി കിട്ടി കേട്ടോ. എനിക്കങ്ങ് അതിശയം തോന്നിപ്പോയി. പിന്നെ ഇറച്ചിയും കുറവായിരുന്നു. അപ്പം നമ്മൾ അതാണ്ട് അങ്ങനെ അതിനകത്ത് ഇച്ചിരി നമ്മുടെ നെയ്ച്ചോറിനകത്ത് ഇച്ചിരി ഗരം മസാലകൾ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ തക്കോലം കറുവയും ഗ്രാമ്പും കറുവപ്പട്ടൊന്നും ഇടാത്തത് കൊണ്ട് ഒരിച്ചിരി മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാനത് പാകത്തിനുള്ള ഉപ്പും ഇട്ട് വെന്തോ എന്ന് നോക്കുന്നുണ്ട് ഇടയ്ക്ക്. കാരണം ഒരുപാട് വേവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദമ്മടിക്കുമ്പോൾ ആകെ കഞ്ഞിപ്പരുവാകും. അപ്പോൾ അതുകൊണ്ട് ഹാഫ് വേവിൽ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുമല്ല നമ്മൾ ചോറ് കങ്ങരുത്, അടി പിടിക്കരുത്. വെള്ളം പാകത്തിനാണോ എന്ന് നോക്കണം. പിന്നെ ഞാൻ ഒരുവിധം വെന്ത് കഴിഞ്ഞപ്പോഴേ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ദാണ്ടേ ഒരിച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുത്തപ്പം പിന്നെ നമുക്കറിയാം വലുതായിട്ട് അടി കങ്ങത്തില്ല, അടി പിടിക്കത്തില്ല. അപ്പോൾ ഒരിച്ചിരി കൂടെ ഒക്കെ ഒന്ന് വെന്ത് കിട്ടും. അപ്പം നമ്മുടെ ചോറ് ഏകദേശം വെന്ത് വെള്ളമൊക്കെ വറ്റി എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ വെള്ളം വറ്റിയെന്നല്ല, ചെറുതായിട്ടൊരുമാതിരി ഈർപ്പ വെള്ളം പോലെ ഉണ്ട് അതിനകത്ത്. നല്ല ഡ്രൈ ആയില്ല. എന്നാലും ആ ഒരു പരുവം മതിയെന്ന് കരുതിയിട്ട് ഞാൻ വിചാരിച്ചു ഇനി അത് വെച്ചൂറ്റിയൊന്നും എടുക്കണ്ട, ഇതിൽ നിന്ന് കുറച്ച് ചോറെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാമെന്ന് കരുതി. കാരണം ഒരുപാട് പാത്രങ്ങളൊന്നും നിരത്തണ്ടെന്ന് കരുതി. അപ്പോൾ ഇത് തന്നെ ഞാനൊരു പ്ലേറ്റിലോട്ട് നമ്മൾ ഉപയോഗിച്ച് സവാളയൊക്കെ അരിഞ്ഞൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ആ ചോറങ്ങ് മാറ്റി, കുറച്ച് ഹാഫ് ചോറങ്ങ് മാറ്റിയിട്ട് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ, അതായത് മസാല ഏകദേശം നല്ലോണം ഉള്ള ചിക്കനകത്തോട്ട് നന്നായിട്ട് മസാല അങ്ങ് പെരണ്ട് കേട്ടോ. പെരണ്ടിട്ട് അത് അവിടെ എല്ലാം റെഡിയായിട്ട് വെന്തെല്ലാം സെറ്റിലായിട്ടിരിക്കുവാണ്. അപ്പം നമ്മുടെ ഈ ചോറിൽ നിന്ന് കുറച്ച് നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്ത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നെയ്യൊക്കെ ഒഴിച്ച് ഏകദേശം സെറ്റാക്കി വെച്ചതാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തും എല്ലാം ചെയ്തേക്കുന്ന സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇച്ചിരി നെയ്യ് തൂകിയിട്ടേ ഉള്ളൂ. എന്നിട്ട് ഈ ചോറ് പ്ലേറ്റിലോട്ട് മാറ്റും. കുറച്ച് ചോറ് ആദ്യത്തേന്ന് കുറച്ചിങ്ങനെ പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയിട്ട് എന്തെടുത്ത് ഞാൻ ആ കുക്കറിൽ ഇതാണ് തട്ടിക്കൂട്ടുക എന്ന് പറയുന്നത്. കുക്കറിൽ പിന്നെ ചിക്കൻ്റെ മസാല എടുത്ത് അതിനകത്തോട്ട് ഒരു കുറച്ച് ഉള്ളിയിൽ നിന്ന് കുറച്ചിങ്ങനെ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ചുറ്റോടും ചോറുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് എടുത്ത് വലിയ ചരുവത്തിന് ആഴമൊന്നുമില്ല, ചെറിയൊരു ചരുവമാണ്. അപ്പോൾ കുറച്ച് മാത്രം ഇങ്ങനെ മാറ്റിയിട്ട് നിങ്ങൾക്കിത് കണ്ടാലിപ്പോൾ മനസ്സിലാകുമല്ലോ വലിയ ആഴമില്ലാത്ത ചെറിയൊരു ചരുവാണെന്ന്. എന്നിട്ട് ആ കുക്കറിലെ ഗ്രേവിയും ചിക്കനും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ. അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളതങ്ങോട്ട് മറ്റ് ചോറ് വെച്ചെല്ലാം മൂടി, എല്ലാം ഭദ്രമായിട്ട് മൂടിയിട്ട് പിന്നെ നമ്മൾ ഇച്ചിരി അപ്പോൾ ഇവിടെ ഞാനൊരു ചട്ടിക്കകത്ത് കുറച്ച് പുതിന ഇങ്ങനെ ഞാൻ ചെറിയൊരു തണ്ട് കൊണ്ട് വെച്ചതാണ്. അപ്പോൾ അത് കുറേ ഇങ്ങനെ നല്ല രീതിയിലൊക്കെ വളർന്ന് വന്നപ്പോഴാണ് ഞാൻ ഇവിടുന്ന് ഗൾഫിലോട്ട് പോയതും പിന്നെ അവിടുന്ന് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നപ്പോഴും എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അങ്ങനെ ഒരു 4-5 മാസം ഇവിടുന്ന് മാറി നിന്നപ്പോഴേക്കും ഈ പുതിന എല്ലാം അങ്ങ് ഉണങ്ങി കേട്ടോ. പിന്നെ അങ്ങ് ഭയങ്കര വെള്ളമൊന്നും ചെല്ലാതെ വന്നപ്പോൾ അതങ്ങ് ഉണങ്ങി നിൽക്കുമായിരുന്നു. അപ്പം ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ ചെറിയ കിളിപ്പ് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് പിച്ചി എടുത്തു കഴിഞ്ഞാൽ അതിന് വിഷമമല്ലേ. അപ്പോൾ അതൊന്ന് കിളിച്ച് വരണ്ടേ. അപ്പോൾ അതിൻ്റെ ഇച്ചിരിക്കോളം ഞാൻ പിച്ചി എടുത്തിട്ട് അതിങ്ങനെ ചെറിയ പീസാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വിതറി കൊടുത്തിട്ട് അതിനകത്തോട്ട് ബാക്കി ചോറും കൂടി ഇട്ടങ്ങോട്ട് സെറ്റാക്കി അങ്ങോട്ട് നിരത്ത് റെഡിയാക്കിയിട്ട് ബാക്കി പുതിനയും കൂടി ഇട്ട് കൊടുത്തു. മല്ലിയില നമ്മുടെ കയ്യിലില്ല, പിന്നെ നമ്മുടെ തൊട്ടടുത്തും കടകളും ഇല്ല മല്ലിയില ഇച്ചിരി വാങ്ങിക്കാനൊന്നും. ആ പച്ചക്കറി കടയൊന്നും ഇവിടെ ഒന്നും ഇല്ല. അപ്പം അല്ലെങ്കിൽ പിന്നെ സ്റ്റാൻഡിലോട്ടൊക്കെ പോകണം. പിന്നെ നമ്മൾ മന്തിക്ക് വെക്കുന്ന പോലെ 2 മുളകിൻ്റെ എരിവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 മുളകും ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് നെയ്യും കൂടെ ഒക്കെ മുകളിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി പൈനാപ്പിൾ എസൻസും കൂടെ ഒരു സ്വല്പം ചേർത്ത് കൊടുത്തു. ബിരിയാണിയുടെ ഒരു സ്മെല്ലെങ്കിലും കുട്ടികൾക്ക് വരട്ടെന്ന് കരുതി. അപ്പം ഒരു ഇച്ചിരി പൈനാപ്പിൾ എസൻസ് കൂടെ ഒന്ന് തൂകി കൊടുത്തത്. അത് ഇപ്പം ഞാൻ കാണിക്കുന്നില്ല, ഞാനിതെല്ലാം മൂടി വെച്ചതിന് ശേഷം പിന്നെയാണ് അത് ചെയ്തത്. അത് ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ട് അത് ചൂടാക്കാൻ വേണ്ടി വെച്ച് നമ്മൾ ദമ്മടിക്കത്തില്ലേ. കാരണം ഇത് നേരിട്ട് നമ്മൾ അടുപ്പിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അരി കരിഞ്ഞ് റെഡിയായി കിട്ടും. അതുകൊണ്ട് ഫ്രൈ പാൻ തവ ചൂടാക്കിയിട്ട് തവയുടെ മണ്ടയ്ക്കോട്ടാണ് ഈ ചോറും പാത്രം എടുത്ത് വെച്ച് കുറച്ച് നേരം ചെറിയ തീയിലിരുന്ന് ഒന്ന് സെറ്റാകട്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സലാഡിന് ചെറിയ കഷ്ണങ്ങളാക്കിയ സവാള നല്ലോണം ഞെവിടി ഇച്ചിരി വിനാഗിരി ഉപ്പും ചേർത്ത് അതും വെച്ചു. തക്കാളിയൊന്നും ഇല്ല, അല്ലെങ്കിൽ ഞാൻ തക്കാളി അങ്ങനെ കഴിവതും മിക്കവാറും ചേർക്കത്തില്ല സലാഡിന്.
അപ്പോൾ ഒരിച്ചിരി വിനാഗിരി ഉപ്പൊക്കെ ഒഴിച്ച് അതും അങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ദാണ്ടെ പപ്പടം പൊരിക്കാൻ ഒരുങ്ങുവാണ്. ഒരു 3-4 പപ്പടം ഉണ്ടായിരുന്നു. ഒന്നും പ്രത്യേകിച്ചൊന്നും കടകളിൽ നിന്നൊന്നും വാങ്ങിക്കാതെ പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്ത ഒരു വിഭവം ബിരിയാണി. അപ്പോൾ പിള്ളേർ പറഞ്ഞത് ഉമ്മച്ചി മന്തി ഉണ്ടാക്കുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പുറത്തോട്ട് പോയി. ഞാൻ പറഞ്ഞു മന്തി ഉണ്ടാക്കുവാന്ന് പറഞ്ഞിട്ട് അവിടെ ബിരിയാണി ആക്കിയത്. അപ്പോൾ അപ്പുറത്തുനിന്ന് എല്ലാം ബിരിയാണി എല്ലാം ആയി കഴിഞ്ഞപ്പോൾ പിള്ളേർ രണ്ടുപേരും കൂടെ ഓടി വന്നിട്ട് പറഞ്ഞു ഉമ്മച്ചി മന്തി റെഡിയായ, മന്തിയുടെ മണം വരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ചിരി വന്നു. പഠിച്ചവനെ മന്തിയുടെ മണമാണ് ഈ ബിരിയാണിക്കെന്ന് ഞാൻ ആലോചിച്ച്. പിന്നെ ഞാൻ മിണ്ടിയില്ല. പിന്നെ ഞാൻ ചെമ്പ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴാണ് മോള് വന്നിട്ട് പറഞ്ഞു ഉമ്മച്ചി ഇത് മന്തി അല്ലല്ലോ ഇത് ബിരിയാണിയാണല്ലോ എന്ന്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനാ മോളെ, ചെറിയ അരിയായി ഇതിപ്പം. വലിയ അരിയായിരുന്നെങ്കിൽ നമുക്ക് മന്തി ഉണ്ടാക്കാമായിരുന്നു. മന്തിയുടെ അരിയായിരുന്നെങ്കിൽ ഈ ചെറിയ കുഞ്ഞൻ അരി വെച്ച് എങ്ങനെയാണ് മോളെ മന്തി ഉണ്ടാക്കുന്നത്? ഇപ്പോൾ തൽക്കാലം നമുക്ക് ബിരിയാണി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ പിള്ളേർ ഓക്കെ ബിരിയാണി എങ്കിൽ ബിരിയാണി എന്ന് വിചാരിച്ചിട്ട് അവരും കഴിച്ചു. ഞങ്ങളെല്ലാവരും ബിരിയാണി കഴിച്ചു. പിന്നെ 2-3 പപ്പടം ഉണ്ടായിരുന്നു, അത് ചെറിയ സ്ക്വയർ പീസാക്കി അതും പൊരിച്ചെടുത്തു. അങ്ങനെ അൽഹംദുലില്ലാ ഉച്ചക്കലത്തെ ഊണ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിപ്പോൾ അത്താഴമാണ് ഞാൻ തുറന്ന് കാണിക്കുന്നത് കേട്ടോ, ചോറ്. അപ്പോൾ ഉച്ചക്കലത്തെ ഊണിന് പിന്നെ എനിക്കത് ദമ്മടിച്ചിട്ട് പിന്നെ തുറന്ന് കാണിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ദാണ്ടെ അത്താഴം ഞാനിതെല്ലാം ഓപ്പൺ ആക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബൈ.